ഇന്ത്യൻ സൂപ്പർ ലീഗ് 2 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടാണ് ഇത്തവണ നടത്താൻ പോകുന്നതെന്ന് നമുക്ക് അറിയാമല്ലോ. ക്ലബ്ബുകളെല്ലാം നഷ്ടത്തിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബ്ലാസ്റ്റേഴ്സിനൊക്കെ വൻ അടിയാണ്. കാരണം നമ്മുടെ ഓരോ മത്സരങ്ങൾക്കും ശേഷം കിട്ടുന്ന സ്പോൺസർഷിപ്പ് റവന്യൂ പോവും. പിന്നെ മത്സരങ്ങൾക്കുള്ള ടിക്കറ്റ് സെയിലിൽ നിന്ന് കിട്ടുന്ന റവന്യൂ പോവും. അങ്ങനെ അടപടലം പണ്ടാരം അടങ്ങിയിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലെ ഒരു ക്ലബ്ബ് എതിർപ്പ് പ്രകടിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ വെച്ചിട്ട് മത്സരം നടത്തുമോ എന്നൊക്കെ ചില ആളുകളുടെ സംശയം ഉണ്ടായിരുന്നു. അതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി കേരളത്തിൽ വെച്ചിട്ട് എന്തൊക്കെ വന്നാലും ഈ ഒരു ടൂർണമെൻറ്റ് നടത്താൻ പോകുന്നില്ല എന്നാണ്. അതിനും കാരണമുണ്ട്. ഇപ്പം സൂപ്പർ ലീഗ് കേരള വന്നതോട് കൂടിയിട്ട് കേരളത്തിൽ ഒന്നിലധികം സ്റ്റേഡിയങ്ങളുണ്ട്. അപ്പം എല്ലാ ടീമുകളെയും ഇവിടെ വിളിച്ചുകൊണ്ട് വന്ന് പരിശീലന സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്ത് ടൂർണമെൻറ്റ് നടത്തിക്കൂടെ എന്ന് വേണമെങ്കിൽ ജെന്യുവനായിട്ട് ചോദിക്കാമെങ്കിൽ പോലും അവിടെയും ചില ലോജിസ്റ്റിക് ഇഷ്യൂസ് ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം കേരളത്തിലെ വിവിധ സ്റ്റേഡിയങ്ങൾ തമ്മിലുള്ള ദൂരം വളരെ വലുതാണ്. പരിശീലന മൈതാനങ്ങളുടെ നിലവാരത്തിൻ്റെ കാര്യത്തിൽ ആശങ്കയുണ്ട്. പിന്നെ ബാക്കിയുള്ളവരുടെ നിലവാരം ഹെവി ആണല്ലോ. തൽക്കാലം അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. കേരളത്തിൽ ലോജിസ്റ്റിക്സ് ഇഷ്യൂസ് മൂലം ടീമുകൾക്ക് വന്നു കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടാകും. കേരളത്തിൽ മതിയായിട്ടുള്ള പരിശീലന സൗകര്യങ്ങളില്ല എന്നീ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരളത്തിൽ വെച്ചിട്ട് എന്തായാലും ഈ ഒരു ടൂർണമെൻറ്റ് നടത്താൻ പോകുന്നില്ല. ഇതിൻ്റെ തീരുമാനം എങ്ങോട്ട് പോകുമെന്ന് അറിയത്തില്ല. ഏതായാലും നിലവിലെ തീരുമാനം അനുസരിച്ച് ഗോവയിൽ വെച്ചിട്ടും പിന്നീട് ബംഗാളിൽ വെച്ചിട്ടുമായിരിക്കും ഈ ഒരു ടൂർണമെൻറ്റ് നടത്താൻ പോവുക. ഇൻ സച്ച് എ കേസ് ബംഗാൾ എന്നുള്ളൊരു ഓപ്ഷൻ മാറ്റി ഒഡീഷ പരിഗണിച്ചേക്കും എന്നുള്ള റിപ്പോർട്ടുണ്ട്. പക്ഷേ ഒഡീഷ പുൾ ബാക്ക് ചെയ്യാൻ തീരുമാനിച്ചതോട് കൂടിയിട്ട് ഒഡീഷയുടെ സംശയമാണ്. ബംഗാളും ഗോവയുമാണ് നിലവിൽ പ്രിഫർ ചെയ്തിരിക്കുന്ന ഏരിയകൾ.